ഹലോ നമസ്കാരം. ഇന്ന് ഒറിഗാമി സെക്ഷനാണ്. പേപ്പർ കൊണ്ട് സോഫയും ബോക്സും എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതെല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഒന്നാണ്. വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി അവർക്കതൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ട്. ഇവിടെ ഞാൻ 2 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ആ പേപ്പറിനെ ഞാൻ 2 ആക്കി, ആ പേപ്പറിനെ ഞാൻ 4 ആക്കി. അതിനുശേഷം ആ 4-ൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. നല്ല ശക്തിയായിട്ട് പ്രസ് ചെയ്ത് മടക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും അതുപോലെ മടക്കി കൊടുക്കുക. നന്നായി ഇസ്തിരിട്ട പോലെ മടക്കി കൊടുക്കുക. ഇപ്പോൾ പുറത്ത് തള്ളി നിൽക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പോൾ ഒരു പെട്ടിയപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കും. എന്നിട്ട് കോണോട് കോൺ മടക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെക്കുക. ഇനി മാറ്റി വെച്ച 3 ഭാഗവും ഇതുപോലെ പെട്ടിയപ്പത്തിൻ്റെ രൂപത്തിലാക്കുക. എന്നിട്ട് കോണോട് കോൺ മടക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ 4 പീസും ഈക്വൽ അളവായിരിക്കണം. എല്ലാ പീസും ഒരുപോലെ ഇരിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിലെ ചെറിയ കുട്ടികളുണ്ടാവില്ലേ, അവരുടെ ചിന്ത മൊബൈൽ ഫോണിൽ നിന്ന് തിരിക്കാൻ സഹായിക്കും. ചെറിയ കുട്ടികൾ വളരെ കൗതുകത്തോടെ ആയിരിക്കും ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ നോക്കി കാണുന്നത്. പേപ്പർ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ കൂടിയാണ് നമ്മൾ ഇതിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ 4 ഭാഗവും ഇതുപോലെ മടക്കി വെക്കുക. ഇപ്പം ബോക്സ് ചെയ്യേണ്ട 4 ഭാഗവും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പീസ് എടുത്തിട്ട് ഒരു പോക്കറ്റിലൂടെ മറ്റേ ഭാഗം അകത്തേക്ക് തള്ളി വെക്കുക. 2 വശവും അതുപോലെ ആ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തള്ളി വെക്കുക. മൂന്നാമത്തെ പീസ് അതിൻ്റെ മുകളിലേക്ക് തള്ളി വെക്കുക. അങ്ങനെ അവസാനത്തെ പീസും അതിൻ്റെ ഇടയിലേക്ക് തള്ളി വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും ലോക്കായതിനു ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ ഉള്ള ഒരു ക്യൂബ് പേപ്പർ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് സോഫ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പേപ്പർ എടുത്ത് 2ആയി മടക്കുക. ഈക്വലായിട്ട് പേപ്പർ മടക്കി കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് മടക്കിക്കുക. എന്നിട്ട് അതിനെ നേർ പകുതിയാക്കുക. ആദ്യം ഒരു പകുതിയാക്കുക, പിന്നെ അതിനെ നേർ രണ്ടാമത് പകുതിയാക്കുക. അതും പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കുക. അതും നന്നായി പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. 2 ഭാഗവും ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വിരൽ വെച്ച് ഒരു വീടിൻ്റെ ഷേപ്പിലാക്കുക. ഈക്വലായിട്ട്
2 കൈ കൊണ്ട് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. ഇപ്പോൾ 2 വീടിൻ്റെ രൂപത്തിലാക്കുക. ആ ഭാഗം മുകളിലേക്ക് മടക്കി കൊടുക്കുക. പ്രസ് ചെയ്ത് മടക്കുക. അടിഭാഗം മുകളിലേക്ക് മടക്കി കൊടുക്കുക. മുകൾ ഭാഗം നേരെ താഴേക്ക് മടക്കുക. പ്രസ് ചെയ്ത് മടക്കുക. സൈഡ് ഉള്ളിലേക്ക് മടക്കുക. രണ്ട് ഭാഗവും മടക്കുക. ഇപ്പോൾ ഒരു ഷർട്ടിൻ്റെ പോക്കറ്റ് പോലെ ആയിരിക്കും കാണുക. എന്നിട്ട് അകത്തുള്ള ഭാഗം താഴേക്ക് വലിക്കുക. ഇപ്പോൾ സോഫ റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ സോഫ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പേപ്പർ ബോക്സും സോഫയും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷനായി. താങ്ക് യു.